ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിയും സച്ചിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനാണ്. അങ്ങനെ നമ്മുടെ രേവതി പറയാണ്, സച്ചേട്ടാ ഈ വിവാഹം നമുക്ക് നടത്തി കൊടുക്കാം. അവൻ ഞാൻ കേട്ടിടത്തോളം നല്ലൊരു പയ്യൻ തന്നെയാണ്. അവൻ ഒരു പ്രശ്നക്കാരനോ കുഴപ്പക്കാരനോ ഒന്നുമല്ല. ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട്. സച്ചേട്ടന്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞിരുന്ന് ചിലപ്പോൾ അറിയുന്ന സമയത്ത് വേണ്ടാന്ന് വെച്ച് അവൻ പോയേനെ. അങ്ങനെ അവൻ പോയില്ലല്ലോ. അവൻ ഇപ്പോഴും ആ ഒരു എന്താ പറയാ, ഒരു സ്നേഹത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അവൻ നല്ലൊരു മനുഷ്യനായതുകൊണ്ടല്ലേ അതങ്ങനെ ചെയ്യുന്നത്. അവർ പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ സച്ചേട്ട. നമ്മൾ എന്തിനാ ഈ സ്നേഹിക്കുന്നവരെ പിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം രേവതി, നീ ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ മിണ്ടിപ്പോകരുത്. ഒരിക്കലും ഞാനത് നടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. നീ സ്വപ്നം കാണണ്ട വെറുതെ. ദേവുവിനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവനെ ഒഴിവാക്കി വിടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സംഭവിക്കാൻ പോകുന്നത് വേറെ ആയിരിക്കും. അതുകൊണ്ട് അതോർത്ത് നീ ഇരിക്കണ്ട, ഞാൻ നടത്തത്തില്ലെന്നും പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി പോയിട്ടോ നമ്മുടെ സച്ചി. രേവതി ഇങ്ങനെ ഇരിക്കാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. ദേവുവിന്റെ കൂടെ നിൽക്കണോ സച്ചിയുടെ കൂടെ നിൽക്കണോ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ രേവതിക്ക്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ചന്ദ്രനെയാണ്. അപ്പൊ ചന്ദ്രയാണെങ്കിൽ രവീന്ദ്രനും സുധി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ചെന്ന് ഇങ്ങനെ നിന്നിട്ട്, ആരും എന്റെ പെരുന്നാളിനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. എന്റെ പെരുന്നാളാന്ന് ഇവരൊക്കെ മറന്നുപോയോ? സത്യത്തിൽ രവിയേട്ടന് ഒരിക്കലും മറക്കുന്നതല്ലായിരുന്നല്ലോ. ഈ പ്രാവശ്യം രവിയേട്ടന് മറന്നുപോയി എന്റെ പെരുന്നാളാന്ന്. ആരും ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട്. രവീന്ദ്രനും സുധിയും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് നമ്മുടെ ചന്ദ്ര ചിന്തിക്കുകയാണ്, ഇനിയിപ്പോ ഓർമ്മ കാണുമോ? ചിലപ്പം ഓർമ്മ ഉണ്ടായിട്ടും പറയാതിരിക്കുന്നതായിരിക്കും. എനിക്കൊരു സർപ്രൈസ് തരാനൊക്കെ ആയിരിക്കും. ഏതായാലും ഒന്ന് ഓർമ്മിപ്പിച്ച് നോക്കാം. ഒന്ന് ഏതായാലും ഒന്ന് ശ്രമിക്കാം. ഇനിയിപ്പോ മനസ്സിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ ചന്ദ്ര ചെന്ന്, അത് പിന്നെ രവിയേട്ട നാളെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അത് പിന്നെ നാളെ ഒന്ന് യൂണിയൻ ഓഫീസിൽ പോകണം. കുറെ നാളായല്ലോ പോയിട്ട്. പിന്നെ അശോകന്റെ വീട്ടിൽ വന്ന് പോകണം. ആണോ? എടാ സുധി, നിനക്ക് എന്താടാ പരിപാടി? നാളെ നീ ഷോറൂമിൽ പോകുന്നുണ്ടോ? ആ, പിന്നെ പോകണ്ടേ? പോയില്ലെങ്കിൽ അച്ഛൻ ചെവിക്ക് പിടിക്കത്തില്ലേ? അതുകൊണ്ട് പിന്നെ പോയല്ലേ പറ്റത്തുള്ളൂ. ഓ, അപ്പൊ നാളെ തീയതി എത്രയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതൊക്കെ അറിയാം. നീ എന്താ ചോദിച്ചത്? അല്ല, നാളത്തെ തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നാളത്തെ തീയതിക്ക് എന്ത് പ്രത്യേകതയാ ഉള്ളത്? ഒരു പ്രത്യേകത ഉണ്ടെന്നേ. ആ, എനിക്ക് മനസ്സിലായി. നാളെയാണല്ലോ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ദിവസം. അതാണോ പ്രത്യേകത? അതേതായാലും നീ ഓർപ്പിച്ചത് നന്നായി ചന്ദ്രൻ. ഞാൻ മറന്നിരിക്കുമായിരുന്നു. അതൊന്നും അല്ല, വേറൊരു പ്രത്യേകതയുണ്ട്. രണ്ടുപേരും ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ സുധി, ആ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു അമ്മേ. ഞാൻ പറയാം, എനിക്ക് ഇപ്പോഴാ അമ്മ ഓർമ്മ വന്നത്. നാളെ ദിവസത്തിന്റെ പ്രത്യേകത, നാളെയാണ് ശ്രുതി പാർലർ തുടങ്ങിയത്. 1 വർഷം ആകാൻ പോവാ. അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ? അന്ന് മറക്കാൻ പാടില്ലാത്തത് മറക്കുകയും ചെയ്യും നീ എന്തൊരു മോനാടാ. അപ്പൊ അതുമല്ലേ അമ്മേ? അപ്പൊ പിന്നെ എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നില്ല. അമ്മ തന്നെ അങ്ങ് പറ, എന്താ പ്രത്യേകത? ഓർത്ത് വെക്കേണ്ട ചില തീയതികളുണ്ട്. അത് മറക്കാൻ പാടില്ല ആരും. അമ്മ ഈ പറയുന്നത് വളരെ ശരിയാണ്. ഓർത്ത് വെക്കേണ്ട കുറച്ച് തീയതികളുണ്ട്. അച്ഛാ, അമ്മ പറഞ്ഞതുപോലെ ചില തീയതികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ് അച്ഛാ. EMI അടയ്ക്കേണ്ട തീയതി, ആ തീയതി നമ്മൾ ഒരിക്കലും മറക്കരുത്. പിന്നെ 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 നമ്മൾ ഈ കടം മേടിച്ചിട്ട് ക്യാഷ് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ തീയതിയില്ലേ, ആ ഡേറ്റിന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കടം തന്നവർ വന്ന് നമ്മുടെ കോളറിനെ പിടിച്ച നാട്ടുകാരുടെ മുമ്പിൽ നമ്മുടെ നാണം കെടുത്തും. ഇതെല്ലാം ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ. ആഹാ. ഞാനൊരു കാര്യം പറയട്ടെ. വേറൊരു ഡേറ്റ് നമ്മൾ ഓർത്തു വെക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, അത് നമ്മളെല്ലാവരും ഓർത്തു വെക്കേണ്ട ഡേറ്റാ. അല്ല, ചന്ദ്ര വിട്ടുപോയി. നീ പറ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ തന്നെ പറയണം അല്ലേ? എന്താ അമ്മ ഇത്? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇനിയിപ്പം ശ്രുതിയുടെ പിറന്നാളാണോ? അവളുടെ പിറന്നാൾ 28-നല്ലേ? ഓ, അതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ? അല്ലമ്മേ, അത് പിന്നെ മറക്കാൻ പറ്റുമോ അമ്മേ? എന്തൊക്കെയാണെങ്കിലും ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ. ചന്ദ്ര, അതൊക്കെ വിട. നീ പറ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞതാ കളിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി താഴേക്ക് പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ അമ്മ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുക. 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഓരോന്ന് കൊണ്ട് ഇടുന്നതെന്ന് പറഞ്ഞ്
സുധി അവിടെ ഇരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ രവീന്ദ്രനെ അറിയാം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നൊക്കെ. രവീന്ദ്രൻ അതങ്ങ് ഓർമ്മിപ്പിക്കാത്തതാണ്. രവീന്ദ്രൻ നന്നായിട്ട് അറിയാം. അങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് നമ്മുടെ ചന്ദ്ര സൂഹിക്കണ്ടെന്ന് ഓർത്തിട്ടാന്ന് തോന്നുന്നു. ഏതായാലും ഈ സമയത്ത് കിച്ചണിൽ വീണ്ടും ഓരോരോ പരിപാടിയായിട്ട് നമ്മുടെ വർഷ കയറിയേക്കാണ് കേട്ടോ. ഏതായാലും കിച്ചണില് വർഷ കയറുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെ പേടിയാകുന്നത് നമ്മുടെ ശ്രീകാന്തിനാണ്. അത് മുഴുവൻ ശ്രീകാന്ത് കഴിച്ചു തീർക്കേണ്ട വരില്ലേ. ശ്രീകാന്ത് ഇത് കണ്ടത് ഓടുകയാണ് രേവതിയുടെ സച്ചിയുടെ അടുത്തേക്ക്. രേവതി ചേച്ചി സച്ചേട്ടാ, രേവതി ചേച്ചി സച്ചേട്ടാ, കുഴപ്പ. എന്ത് കുഴപ്പം, എന്ത് കുഴപ്പം? വാ ഇങ്ങ് വന്നേ, ഞാനൊരു കാര്യം കാണിച്ചു തരാം, ഇങ്ങോട്ട് വാ. അതെ, അയ്യോ ഇത് പ്രശ്നം. വർഷ അവിടെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പപ്പായ ജ്യൂസ് ആണോ? അതൊന്നുമല്ല, ഓറഞ്ച് ജ്യൂസാ. അതൊന്നും കുഴപ്പമില്ലടാ, അത് കുടിക്കട്ടെ, അത് നല്ലതല്ലേ. ഓറഞ്ച് ജ്യൂസിലെ കളയാനുള്ള എന്തെങ്കിലും മെഡിസിൻ ചേർക്കുന്ന എനിക്ക് പേടി, എനിക്ക് ചെറിയ സംശയമുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് രേവതിക്ക് പേടിയായിട്ടോ. സച്ചി പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യും അവള്. അവളുടെ മനസ്സൊന്നും മാറിയിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. അവള് ആ ജ്യൂസ് കുടിക്കാൻ പാടില്ല സച്ചേട്ടാ. ഞാൻ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് കേൾക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. നിങ്ങൾ പോയി പറ. പ്ലീസ് രേവതി ചേച്ചി, സച്ചേട്ട ഒന്ന് ചെന്ന് പറ. അല്ല, അങ്ങനെ പെട്ടെന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ എന്താ കാരണം നമ്മൾ ചോദിക്കത്തില്ലേ? അതങ്ങനെ പറയാൻ പറ്റുമോ? ഇതങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ അത് മതി അവക്ക്, അവളെ സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവൾ അത് വെച്ച് തുടങ്ങും. പക്ഷെ രേവതി ചേച്ചി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഒരു ഐഡിയ ഉണ്ട്, ഇത് ഞാൻ കൈകാര്യം ചെയ്യാം, നിങ്ങൾ വന്നേ എന്നും പറഞ്ഞ് സച്ചിനെ ശ്രീകാന്തിനും കൂട്ടി രേവതി കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വർഷയാണെങ്കിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി തുടങ്ങുന്നതും രേവതി സച്ചി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്ന് രേവതി എന്ന് വർഷം കുടിക്കില്ല. അതെന്താ ചേച്ചി? കുടിച്ചാലോ എന്താ പ്രശ്നം? നീ ഈ ജ്യൂസ് ഉണ്ടാക്കിയ ഓറഞ്ച് എത്ര ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചതെന്ന് നിനക്ക് അറിയാമോ? അതിന് ഇത് കേടായിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? എന്റെ പൊന്നു മോളെ, കേടായിട്ടില്ലെങ്കിലും അത് പഴകിയതല്ലേ മോളെ, പഴകിയത് കഴിക്കാൻ കൊള്ളത്തില്ല. അല്ല, ജ്യൂസ് ഉണ്ടാക്കിയ വെള്ളം നീ തിളപ്പിച്ചാറ്റിയതാണോ? അല്ല, പച്ചവെള്ളം. എന്തോ വർഷം ഇത്, നിനക്ക് ഇതൊന്നും അറിയത്തില്ലേ? നിന്റെ വയറ്റിൽ കുഞ്ഞു വളരുകയല്ലേ, അതെങ്കിലും നീ ഓർക്കണ്ടേ മോളെ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. ഇപ്പോഴ് ഒരു കുഞ്ഞില്ലേ, അതിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? എന്ത് കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നീ ഈ ജ്യൂസ് കുടിക്കണ്ട, ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചേച്ചി, ഇങ്ങനെ പേടിച്ചാലോ? ഇത് കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല. ഇത് നല്ല ഫ്രഷ് ജ്യൂസാ. ഇത് ഫ്രഷ് ജ്യൂസ് ഒന്നും അല്ല മോളെ. ഇത് നീ കുടിക്കണ്ട. ഞാന് നിനക്ക് വേറെ ABC ജ്യൂസ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ആ ജ്യൂസ് കൊണ്ടുപോയി കമത്തി കളഞ്ഞു കേട്ടോ നമ്മുടെ രേവതി. എടാ ശ്രീകാന്തേ, ഇങ്ങ് വന്നേടാ, നീ ഇവളെയും കൂട്ടി റൂമിലേക്ക് വെക്കെ, ഞാനേ ഇവക്ക് വേറെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. വർഷ ചോദിച്ചു, ചേച്ചി എന്താ ഈ കാണിച്ചത്? ഞാൻ പറഞ്ഞില്ലേ മോളെ, നീ അകത്തേക്ക് കയറിപ്പോ. വർഷേ ഇങ്ങ് വാന്ന് പറഞ്ഞ് ശ്രീകാന്ത് വിളിച്ചോണ്ട് പോയി കേട്ടോ വർഷനെ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, കോട്ടുകൈ, എന്റെ ഭാര്യയുടെ ഒരു ബുദ്ധിയേ. ഓഹോ, അപ്പം ഞാൻ നിങ്ങളോട് പറയാതെ വീട്ടിൽ പോയതിന് പരിഭവമൊക്കെ മാറിയോ? അതൊരു 1-2 മണിക്കൂറല്ലേ, മാക്സിമം പോയ ഒരു ദിവസം. അതിൽ കൂടുതൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചു. എനിക്കറിയാം. ഭാര്യയും ഭർത്താവും പിണങ്ങിയതിന്റെ വിഷമത്തിൽ ഭർത്താവ് ചെന്ന് കള്ളു കുടിക്കരുത് എന്ന് പറയുന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോ ഇത് അടുക്കളയിൽ എനിക്ക് ഇതൊന്നും വല്ല ബോധവും ഉണ്ടോ? എന്റെ പൊന്ന് സച്ചേട്ടാ, ഒന്ന് പൊക്കെ സച്ചേട്ടാ, ആ കൊച്ചിന് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ അവളത് പറഞ്ഞു വിട്ടു കേട്ടോ. സച്ചി ഇച്ചിരി റൊമാൻസ് ഒക്കെ കളിക്കാൻ ഓർത്ത് പറഞ്ഞ് ചെന്നതാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പരപരാ വെളുത്തു. ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിറന്നാളാണേ, ആരും പിറന്നാളിന്റെ കാര്യം ഓർക്കണില്ല. ചന്ദ്ര സങ്കടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ സുതി വന്നിട്ട് എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് എന്താ ഒരു വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല, എനിക്കൊരു സങ്കടവും ഇല്ല. നിന്നോട് ആരാ പറഞ്ഞത്? നീ പോടാ വന്ന്. എടി രേവതി, ചായ കൊണ്ടുവന്നേ, കുറെ നേരമായില്ലോ ചായ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നീ അടുക്കള എന്തെടുക്കുക? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണോ? ഇറങ്ങി ഇങ്ങോട്ട് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, അതെ രേവതി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. രേവതി ഇല്ലേ? അവളിത് അവിടെ പോയതാ? അവള് രാവിലെ തന്നെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയതായിരിക്കും. ഇവിടെ പിന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പോലെയാണല്ലോ അവളുടെ നടപ്പ്. തോന്നുമ്പോ പോകും, തോന്നുമ്പോ വരും. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിയവനും പുന്നാര അച്ഛനും ആദ്യം പിടിച്ച് എന്റെ മെക്കിട്ട് കയറാൻ വരും. അപ്പോഴത്തേക്ക് സുധി, അതെ, അമ്മ ഈ പറഞ്ഞത് 100% കറക്റ്റാ. എന്ത് കറക്റ്റ്? നിന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അല്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മോഹം നിക്കട അങ്ങോട്ട്. അമ്മ എന്തിനമ്മ എന്നോട് ചൂടാവുന്നത്? അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അതെ രേവതി കറങ്ങാൻ പോയതൊന്നും അല്ല, സച്ചിയുടെ കൂടെ എവിടെയോ പോയതാ. അപ്പൊ രണ്ടുപേരും ആരോട് പറയാതെ ടൂറിന് പോയതായിരിക്കും. അത് തന്നെ. അതൊന്നും എനിക്കറിയാൻ പാടില്ല.
എവിടെയാണെന്ന് പോയതെന്ന് ഞാൻ ചോദിച്ചുമില്ല, അവര് പറഞ്ഞുമില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര, ഒരു ചായ പോലും ഇട്ട് തരാൻ ഇവിടെ ആരുമില്ല, അവളിങ്ങ് വരട്ടെ, വെച്ചിട്ടുണ്ട് ഞാൻ അവക്കിട്ട്. അവൾ അഹങ്കാരം പിടിച്ചിങ്ങനെ നടക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതി വന്നു കേട്ടോ. ഇവര് അമ്പലത്തിൽ പോയിട്ടാട്ടോ വന്നത്. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു, ജി രാവിലെ എവിടെയാണ് കറങ്ങാൻ പോയത്? ഇവിടുത്തെ ജോലി ചെയ്യാൻ നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടാണോ നീ പോയത്? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, കണ്ടാ മനസ്സിലാവില്ല അവര് ക്ഷേത്രത്തിൽ പോയതാണെന്ന്. നിനക്ക് എന്താ മനസ്സിലായില്ലേ? അതെ, ഞങ്ങള് ക്ഷേത്രത്തിൽ പോയതാ. ഹാപ്പി ബർത്ത്ഡേ അമ്മേ എന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയാണ് കേട്ടോ, രേവതി സച്ചി. ഇന്നാണ് അമ്മയുടെ ബർത്ത്ഡേ, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് സുധി മനസ്സിൽ വിചാരിക്കുക. ഏതായാലും ചന്ദ്രയ്ക്ക് കുറച്ച് സന്തോഷമൊക്കെ ആയി കേട്ടോ, ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞല്ലോ ഇവര്. അപ്പം ഏതായാലും അത്രയും നേരം ദേഷ്യത്തോടു കൂടി നിന്ന ചന്ദ്ര, അത് ഇന്ന് എന്റെ പിറന്നാളാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നോ? അമ്മയുടെ ജന്മദിനം അങ്ങനെ ഞങ്ങൾ മറക്കുന്നു തോന്നുന്നുണ്ടോ അമ്മേ? അമ്മയുടെ ജന്മദിനം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് വീണ്ടും വിഷമമായി, കണ്ണൊക്കെ നിറയാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, ഇത് ഞാൻ കുറിച്ചിട്ട ഡേറ്റാ, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. രേവതി അറിഞ്ഞ പിന്നെ രേവതി ഈ ദിവസം മറക്കില്ല. ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ല, അങ്ങനെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അമ്മ എന്താ ഇന്ന് ക്ഷേത്രത്തിൽ പോകാതിരുന്നേ, അത് പറ എന്ന് രേവതി ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മക്കളെ, ഞാൻ ക്ഷേത്രത്തിൽ പോകാതിരുന്നത്, ഏതായാലും അമ്മ പോയില്ലെങ്കിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു, അമ്മയുടെ പേരിൽ അർച്ചനയും കഴിച്ചു, ദേ പിടിക്ക് പ്രസാദ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് വീണ്ടും വിഷമം തുളുമ്പി വരുന്നുണ്ട്. എവിടെ നിന്ന് കുറച്ച് 10 മിനിറ്റ് നേരത്തേനായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ചങ്കരൻ തെങ്ങേ തന്നെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിനെ രവിദിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു അവസ്ഥ വരും. ഏതായാലും സച്ചി എന്ത് ചെയ്തു, ആ കുറി എടുത്തിട്ട് നമ്മുടെ ചന്ദ്രയുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ്. ഉയ്യോ, അടിപൊളി സീനാണ് കേട്ടോ. സത്യം പറഞ്ഞാല് അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പം ഇമോഷണൽ ആയി പോവേ. കാരണം ആ ഒരു ചന്ദ്രൻ തൊട്ട് കൊടുക്കലും ചന്ദ്രയുടെ നിപ്പും സച്ചിയുടെ നിപ്പും ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തോ വലിയൊരു ഇമോഷണൽ തോന്നും നമുക്ക്. ഏതായാലും ഇവര് രണ്ടുപേരും ശത്രുക്കളാണല്ലോ. രണ്ടുപേർക്കും അല്ല, ചന്ദ്രയ്ക്ക് ഇഷ്ടവും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നൂല്ലോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഇവർക്കൊന്നും എന്റെ പിറന്നാൾ അറിയത്തില്ലായിരുന്നു, എല്ലാവരും മറന്നു എന്നാ ഞാൻ കരുതിയത്. എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു മക്കളെ, പക്ഷെ നിങ്ങളെ ഓർത്തല്ലോ, എനിക്ക് സന്തോഷമായി. അപ്പൊ സുധി വന്നിട്ട്, അത് പിന്നെ അമ്മ, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അമ്മ ചോദിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായത്. അയ്യോ, ഞാനാണെങ്കിൽ ഈ ബിസിനസിന്റെ ഡീൽസിന്റെ ഒക്കെ ഇടയിൽ അങ്ങ് അത് മറന്നുപോയ അമ്മേ, സോറി അമ്മേ ക്ഷമിക്കമ്മേ, ഹാപ്പി ബർത്ത്ഡേ അമ്മേ, ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് പറയുമ്പോ വിടറാ, ഹാപ്പി ബർത്ത്ഡേ, നിന്നെ ചതിച്ച കള്ളിയുടെ പിറന്നാള് നീ മറന്നില്ലല്ലോ. അത് പിന്നെ പെറ്റമ്മയുടെ പിറന്നാള് നീ മറന്നു അല്ലേ? എന്നിട്ട് ആ കള്ളിയുടെ പിറന്നാൾ ഓർത്തു വെച്ചേക്ക. നിന്നെയൊക്കെ തലയിലേറ്റി നടന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ പോളോ മാറി എന്റെ കൺമുമ്പിന്ന്. അവന്റെ പിറന്നാള് പോലും ഓർത്തു വെച്ചിട്ടില്ലാത്ത ദുഷ്ടൻ. നിനക്ക് വേണ്ടിയല്ലടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രവി എണീറ്റു. അപ്പം ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ രവിയേട്ടാ, ഇവൻ മറന്നതിൽ എനിക്ക് അത്ഭുതമില്ല കേട്ടോ, പക്ഷെ നിങ്ങൾ മറന്നില്ലേ, അത് ഭയങ്കരമായിപ്പോയി. എന്താ രവിയേട്ട പറ്റിയത്? രവിയേട്ടന്റെ മനസ്സിൽ നിന്ന് പോയോ ഇറങ്ങി, അതാണോ? എന്റെ മനസ്സിൽ നിന്ന് നീ പോയാലേ ദേ ഈ രവി മരിച്ചു എന്നല്ലേ ചന്ദ്രേ അതിന്റെ അർത്ഥം? നീ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടോ ചന്ദ്രൻ? നീ എന്തൊക്കെ ചെയ്താലും നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടൊക്കെ തന്നെയാ. നിന്റെ പിറന്നാള് ഞാൻ മറക്കുന്നു തോന്നുന്നുണ്ടോ? നിന്റെ പിറന്നാളാണെന്നും ഞാൻ മറന്നിട്ടൊന്നും ഇല്ലായിരുന്നു. നീ ഇന്നലെ അങ്ങനെ ചോദിച്ചപ്പം നിന്റെ മുമ്പില് മറന്നെന്ന് പറഞ്ഞ് അഭിനയിച്ചത് തന്നെയാ, അല്ലാതെ മറന്നതൊന്നും അല്ല. എനിക്ക് ആ ദിവസം മറക്കാൻ പറ്റുമോ ചന്ദ്രൻ? ഒരിക്കലും ഞാൻ മറക്കില്ല. ഇവരെ അമ്പലത്തിൽ പോയത് എന്നോട് പറഞ്ഞിട്ടാ. ഞങ്ങള് 3 പേരും കൂടെ ചേർന്ന് ഒന്ന് ഒത്തു കളിച്ചതാ, നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ, നിനക്ക് ഒരു സർപ്രൈസ് തരാനും വേണ്ടി. നീ ഞെട്ടിയില്ലേ? നീ സർപ്രൈസ്ഡ് ആയില്ലേ? ഇതിനു വേണ്ടി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയാണ് നീ ശരിക്കും സർപ്രൈസ് കണ്ട് ഞെട്ടാൻ പോകുന്നത്. സച്ചി രേവതി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, അമ്മയുടെ ബർത്ത്ഡേ നമ്മളിന്ന് അടിച്ചു പൊളിക്കാൻ പോലെ രേവതി. പിന്നല്ലേ, ഗംഭീരമാക്കണം. ഇന്ന് ബർത്ത്ഡേ അടിപൊളിയാക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് കയറി പോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാനങ്ങ് പോകുമെന്ന് പറഞ്ഞപ്പോ നീ എങ്ങോട്ടെങ്കിലും പോടാന്ന് നമ്മുടെ ചന്ദ്ര പറഞ്ഞു കേട്ടോ. ചന്ദ്രയ്ക്ക് ദേഷ്യം കേട്ടോ സുധിയോട്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ബാലചന്ദ്രനല്ല, സോറി, രവീന്ദ്രനെ നോക്കിയിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി, സോറി രവിയേട്ടാ, ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പം, നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദേ സച്ചി രേവതി ആരാണെന്ന് നിനക്കിപ്പൊ മനസ്സിലായി കാണുമല്ലോ.
അവരങ്ങനെയാണ്. നിന്റെ ഈ മുഖത്തെ ചിരി എന്നും മായാതിരിക്കട്ടെ ചന്ദ്രൻ. അതാ എന്റെയും ആഗ്രഹം. എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയാണ്. പിന്നെ നിന്റെ പിറന്നാളിന് ഞാൻ വലിയ സമ്മാനങ്ങളൊന്നും മേടിച്ചു തന്നിട്ടൊന്നുമില്ല. പക്ഷേ ഉറപ്പുള്ളൊരു വാക്ക് ഞാൻ നിനക്ക് തരാറുണ്ട്. ജീവിത അവസാനം വരെ കൈവിടാതെ നിന്റെ കൂടെ ഉണ്ടാകും എന്നൊരു വാക്ക്. ആ വാക്ക ഇന്ന് ഞാൻ തരുന്നത്. ജീവിത അവസാനം വരെ ഞാൻ നിന്റെ കൂടെ കൈവിടാതെ ഉണ്ടാകും. പിന്നെ ജന്മദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അപ്പൊ കരയാണ് കേട്ടോ. അപ്പം ചന്ദ്രയുടെ കണ്ണുനീരൊക്കെ ഇങ്ങനെ പതുക്കെ നമ്മുടെ രവീന്ദ്രൻ തുടച്ചിട്ട്, എന്താ ചന്ദ്ര ഇത് കരയാതെ കൊച്ചു കുട്ടികളെ പോലെ, സന്തോഷിക്കേണ്ട സമയല്ലേ എന്ന്. ഏതായാലും നിറഞ്ഞൊരു പുഞ്ചിരിയോടുകൂടി ആദ്യമായിട്ടോ നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുന്നത്. അത്രയ്ക്ക് നല്ല സന്തോഷമാണ് ചന്ദ്രയ്ക്ക്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ എന്താ ഫോണൊക്കെ ഇങ്ങനെ നോക്കി ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പതുക്കെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. ശ്രീകാന്ത് നോക്കിയപ്പോഴത്തേക്ക് വർഷയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ആ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ചിട്ട് എന്താണെന്ന് ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും വർഷ ഇത് എന്തെങ്കിലും എന്തൊക്കെ ശല്യമായല്ലോ, ഞാൻ ഫോൺ നോക്കുന്നതുകൊണ്ട് ശ്രീകാന്തിന് എന്താ? അതിന് എനിക്കൊരു കാര്യം പറയണ്ട, അത് കഴിഞ്ഞ് നീ നോക്കിക്കോ. അതെ, ഇന്ന് അമ്മയുടെ പിറന്നാളാ, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എന്താ മേടിക്കുക? ഞാൻ എന്താ പറയാ, ശ്രീകാന്തിന് ഇഷ്ടമുള്ള ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്ക് രേവതി സച്ചി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. രേവതി സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഓഹോ, അപ്പൊ നിനക്ക് അമ്മയുടെ ബർത്ത്ഡേ ഓർമ്മയൊക്കെ ഉണ്ട്. അത് പിന്നെ മറക്കാൻ പറ്റുമോ? പക്ഷെ ഇവിടെ മറന്നൊരാളുണ്ട്, സുധി. സുധിയേട്ടൻ മറക്കും. സുധിയേട്ടന്റെ കാര്യങ്ങളല്ലേ സുധിയേട്ടൻ ഓർക്കത്തുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അവിടെ വന്നു. ഇവര് പറയുന്നൊക്കെ കേൾക്കുകയാണ് കേട്ടോ. കേൾക്കുകയാണെ. നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ നമുക്ക് അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഗംഭീരം ആക്കണം. അല്ല, നിങ്ങൾ ഗിഫ്റ്റ് മേടിച്ച സച്ചേട്ടാ? അതൊക്കെ ഞങ്ങൾ നേരത്തെ മേടിച്ചു. അല്ല, നിങ്ങൾ എന്താ മേടിച്ചത്? അതൊക്കെയുണ്ട്, അത് പറയത്തില്ല, അത് സർപ്രൈസ് തന്നെയാണ്. അത് നമുക്ക് കേക്ക് മുറിക്കുന്ന ആ ഒരു സമയത്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അല്ല നമുക്ക് ഈ വീടൊക്കെ ഒന്ന് അലങ്കരിക്കണ്ടേ? അതൊക്കെ ഞാൻ ഏറ്റെന്നേ. അതിന് വേണ്ടതൊക്കെ ഞാനും സച്ചേട്ടനും കൂടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഗംഭീരമാക്കണം, അടിപൊളിയാക്കണം. ചന്ദ്ര ഇത് കണ്ടിട്ട് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ, സന്തോഷിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രീകാന്ത് പറയാം, എന്നാ പിന്നെ കേക്ക് ഞാൻ ഓർഡർ ചെയ്യാം. ഏയ്, അതൊക്കെ എപ്പോഴേ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. എന്നാ പിന്നെ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്യാം എന്ന് വർഷ. എന്നിട്ട് പറഞ്ഞു, അതെ, പ്രിയയുടെ ആ ഒരു റെസ്റ്റോറന്റിലെ ഫുഡ് വേണ്ടാട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, വേണ്ട, ഫുഡൊന്നും ആരും ഓർഡർ ചെയ്യണ്ട, ഫുഡും കേക്കും എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ വന്നാൽ മാത്രം മതി. അപ്പൊ ഞങ്ങളൊന്നും ചെയ്യണ്ടേ? ഇന്നെല്ലാം ഞങ്ങളുടെ വകയാണ്. നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ചു കൊടുത്തോ. അമ്മയുടെ ഈ പെരുന്നാള് അമ്മ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നും ഓർക്കണം. അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിങ്ങൾ തന്നെ എല്ലാം ചെയ്യുമല്ലേ സച്ചേട്ടാന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോ അതൊന്നും സാരമില്ല, നിങ്ങൾ കൂടെ അങ്ങ് നിന്ന് തന്നാൽ മാത്രം മതി. അതെ, ഞാനും അമ്മയുടെ മോനാട്ടോ, അത് മറക്കണ്ട. ഓ, നിങ്ങളാണ് അമ്മയുടെ മക്കള്, നീയും സുധിയും. ഈ സച്ചി ആരാ? എന്നെ പുറന്തള്ളി കളഞ്ഞതല്ലേ. എന്നെ അമ്മ ഇതുവരെ എണ്ണത്തിൽ പോലും കൂട്ടിയിട്ടില്ലല്ലോ. എന്നെ അവര് മകനായിട്ട് കാണുന്നുമില്ല. അവർക്ക് ഞാൻ മകനല്ലെങ്കിലും എനിക്ക് അവരമ്മയാണല്ലോ. എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഒത്തിരി അമ്മമാരൊന്നുമില്ലേ, ഒരു അമ്മയുള്ളൂ. അവർക്ക് ഒത്തിരി മക്കളുണ്ട്. നിങ്ങൾ കാണാറുള്ളതല്ലേ. അമ്മ എന്നോട് അങ്ങനെ സംസാരിക്കാറോ അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി പെരുമാറാറോ എന്റെ അടുത്തേക്ക് വരാറോ ഒന്നുമില്ല. അന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് അമ്മയില്ലാതെ ആയി പോവില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ടപ്പോ മുഖത്തടിച്ച പോലെ ആയിപ്പോയി. ഇത് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീല് തോന്നുകയാണെ. പക്ഷെ ചന്ദ്രയ്ക്ക് കുറച്ചു നേരത്തെ ആ ഫീലിങ്സ് ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറയുന്നത് പോലെ വീണ്ടും നമ്മുടെ ചന്ദ്രനെ സച്ചിനെ രേവതിനെ അവഗണിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് സങ്കടം. ഇപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ടൻ നിർത്ത്, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? എന്തൊക്കെ പരിപാടി കിടക്കുന്നത്? ഫംഗ്ഷന് മുമ്പ് ഇതൊക്കെ തീർക്കണ്ടേ? ബാ സച്ചേട്ട എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറി പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചന്ദ്ര പെട്ടെന്ന് അവിടെ നിന്ന് മാറി, അല്ലെങ്കിൽ ചന്ദ്ര ഇത് കേട്ടു എന്ന് ഇവർക്ക് മനസ്സിലാവൂലോ. ചന്ദ്രയ്ക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് കുറച്ചു നേരത്തേന്. ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.